അവസാനം തങ്ങളെ കൊണ്ടാകില്ല എന്ന് തുറന്നു പറയുകയാണ് അമിത്ഷായോട് പോലീസ്. നിങ്ങൾക്ക് വേണ്ടപ്പോൾ ഓടാനും കുടപിടിക്കാനും ഞങ്ങൾക്കിനി വയ്യെന്നേ, നിർത്തലാക്കണം ഈ അടിമപ്പണിയെന്ന് തുറന്ന കത്തിലൂടെയാണ് പോലീസ് അറിയിച്ചത്. കാലാവധി അവസാനിച്ചിട്ടും ചില മുൻ കേന്ദ്രമന്ത്രിമാർക്ക് ഇപ്പോഴും VVIP സുരക്ഷ തുടരുന്നതിൽ ആഭ്യന്തര മന്ത്രാലയത്തോട് വ്യക്തത വരുത്താനാണ് ദില്ലി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടും പോലീസുകാർ കാവലായി തുടരണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തരം അടിമത്തം എന്നല്ലാതെ മറ്റെന്താണ് അതിന് വിളിക്കേണ്ടത്? മുരളീധരൻ അടക്കമുള്ള മുൻ കേന്ദ്രമന്ത്രിമാർക്ക് ഇനിയും VVIP സുരക്ഷ നൽകണോ എന്ന ചോദ്യവുമായിട്ടാണ് ദില്ലി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് നടത്തിയ ഓഡിറ്റിംഗിൽ ഇത്തരത്തിൽ ഒരുപാട് മുൻ മന്ത്രിമാർക്ക് ഇപ്പോഴും VVIP സുരക്ഷ ഉള്ളതായും ഡൽഹി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഭഗവത് കിഷൻ റാവു കരാട്ട്, ഭാനു പ്രതാപ് സിംഗ് വർമ്മ, ജോൺ ബർല, കൗശൽ കിഷോർ, കൃഷ്ണരാജ്, മനീഷ് തിവാരി, രാമേശ്വർ തേലി, മുരളീധരൻ അടക്കമുള്ള നിരവധി മുൻ കേന്ദ്രമന്ത്രിമാരും മുൻ ആർമി ചീഫ് ജനറൽ VK സിംഗ്, വിജയ് ഗോയൽ എന്നിവരടക്കം ഇപ്പോഴും VVIP സുരക്ഷ ലഭിക്കുന്നവരുടെ പട്ടികയിലുണ്ട്. ഇവരിൽ മിക്കവരുടെയും മന്ത്രി പദവി അവസാനിച്ചതോടെ സുരക്ഷ സംബന്ധിച്ചുള്ള കർശന വിലയിരുത്തലുകളും മറ്റും തീർത്ത ശേഷമാണ് ഡൽഹി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചത്. വിവിധ സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തലുകൾക്ക് ശേഷമായിരുന്നു ആളുകൾക്ക് VVIP സുരക്ഷ അനുവദിക്കുന്നത്. മന്ത്രിമാർക്കും മറ്റും ഈ സുരക്ഷ സ്ക്രീനിംഗ് ഇല്ലാതെ തന്നെ ലഭിക്കും. ഇത്തരത്തിൽ ലഭിച്ച സുരക്ഷയാണ് ഇപ്പോഴും ചിലർ ദുരുപയോഗം ചെയ്യുന്നത്. ഇക്കാര്യത്തിലാണ് ദില്ലി പോലീസ് വ്യക്തത വരുത്തുന്നത്. എന്തിനും ഏതിനും പോലീസുകാരെ ഉപയോഗിച്ച് വെറും അടിമകളാക്കി മാറ്റുന്ന പണി ഇനി രാഷ്ട്രീയക്കാർക്കുണ്ട്. അതിനി പറ്റില്ല എന്ന് അടിവരയിട്ടാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള നടപടിക്ക് മേലാണ് ഈ കത്ത് ഇപ്പോൾ ചർച്ചയാക്കപ്പെടുന്നതും. കാലാവധി പൂർത്തിയാക്കിയ ശേഷവും സുരക്ഷ തുടരുന്ന 18 മുൻ സഹമന്ത്രിമാരുടെയും 12 മുൻ പാർലമെന്റ് അംഗങ്ങളുടെയും പട്ടികയുമായി ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കാൻ ഡൽഹി പോലീസ് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഒന്നിലധികം വ്യക്തികൾക്ക് തുടർച്ചയായ സുരക്ഷാ കവർ ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഡൽഹി പോലീസ് ആസ്ഥാനം അടുത്തിടെ ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തിയത്. ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് Y കാറ്റഗറി സുരക്ഷാ പരിരക്ഷയുള്ള മുൻ സഹമന്ത്രിയും പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഭഗവത് കിഷൻ റാവു കരാട്ട്, ദേവ്സിൻ ചൗഹാൻ, ഭാനു പ്രതാപ് സിംഗ് വർമ്മ, ജസ്വന്ത് സിംഗ് ഭബ്കോർ, ജോൺ ബർല, കൗശൽ കിഷോർ, കൃഷ്ണരാജ്, മനീഷ് തിവാരി, PP ചൗധരി, രാജ്കുമാർ രഞ്ജൻ, രാമേശ്വർ തേലി, SS അലുവിലിയ, സഞ്ജീവ് കുമാർ ബല്യാൺ, സോം പ്രകാശ്, സുദർശൻ ഭഗവത്, മുരളീധരൻ, മുൻ കരസേനാ മേധാവി ജനറൽ VK സിംഗ്, വിജയ് ഗോയൽ, 3 മന്ത്രിമാരുണ്ട്, അജയ് ഭട്ട്, അശ്വനി കുമാർ ചൗബെ, ബിശേഷ് ടുഡു. അവരുടെ പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അവരുടെ അവസാന പോർട്ട്ഫോളിയോ അനുസരിച്ച് ഇവർക്ക് ഇപ്പോഴും Y വിഭാഗം സുരക്ഷാ പരിരക്ഷ നിലനിർത്തുന്നുണ്ട്. എല്ലാ മുൻ സഹമന്ത്രിമാരുടെയും 3 PSOമാരുടെയും 4 പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ വസതികളിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും ഓഡിറ്റ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. സ്റ്റാൻഡേർഡ് നടപടിക്രമത്തിനനുസൃതമായിട്ട് സംരക്ഷിത വ്യക്തികൾക്കായുള്ള ഒരു സുരക്ഷാ അവലോകനം സ്ഥാനമോ ഭീഷണിയോ പരിഗണിച്ച് അവരുടെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ നടത്തപ്പെടുന്നതാണ്. ഈ അവലോകനത്തെ തുടർന്നാണ് അന്തിമ തീരുമാനത്തിനായി ഡൽഹി പോലീസ് MHAക്ക് ഒരു കത്ത് അയക്കുന്നത്. ഓഡിറ്റ് നടത്തി ഈ പേരുകൾ തിരിച്ചറിഞ്ഞ ശേഷം ഡൽഹി പോലീസിന്റെ സുരക്ഷാ വിഭാഗം MHAക്ക് സമീപിക്കാൻ പദ്ധതിയിട്ടിരുന്നു. അവരുടെ സുരക്ഷ സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കാൻ അവർ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഗൗതം ഗംഭീർ, അഭിജിത്ത് മുഖർജി, ഡോക്ടർ കരൺ സിംഗ്, മൗലാന മുഹമ്മദ് മദനി, നവാബ് കുമാർ സരണിയ, രാം ശങ്കർ കത്തേരിയ, അജയ് മാക്കൻ, KC ത്യാഗി, പർവേഷ് വർമ്മ, രാകേഷ് സിൻഹ, രമേശ് ബിഥൂരി തുടങ്ങിയ മുൻ MPമാരെയും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിജയ് ഇന്ദർ സിഗ്ല കൂടാതെ മുൻ ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്, മുൻ SAD MLA ദീപ് മൽഹോത്ര, മുൻ AAP MLA രാജേന്ദ്ര പാൽ ഗൗതം, മുൻ ED ഡയറക്ടർ കർണയിൽ സിംഗ്, മുൻ ഡൽഹി പോലീസ് കമ്മീഷണർ SN ശ്രീവസ്ത, മുൻ അറ്റോർണി ജനറൽ എന്നിവരുൾപ്പെടെയുള്ള സുരക്ഷാ പരിരക്ഷയുള്ള മറ്റ് വ്യക്തികളുടെ പേരുകളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുകുൾ റത്തഗി, മുൻ MLA VK മൽഹോത്ര എന്നിവരും ഉൾപ്പെടുന്നുണ്ട്.